കർത്താവിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാറ്റും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് കടന്നു വരാം. വചനം ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. പ്രത്യേകിച്ച് നാളെ നമ്മൾ വിടുതലിനെക്കുറിച്ച്, കൂടുതൽ സൗഖ്യം കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. വചനത്തിലൂടെ ധ്യാനിക്കണം. വചനം നമ്മെ നയിക്കട്ടെ. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഒരു വലിയൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഈ ആലയത്തിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനെടുത്തി. അവൻ്റെ പ്രശ്നം, അവന് എല്ലാ തിന്മകളുടെയും തന്നെ അടിമയാണ്. ഒരു പൈശാചിക സ്വാധീനം ഭയങ്കര കൂടുതലാണ്. മദ്യപാനം, അവന് അഡിക്റ്റാണ്. അവനതിൽ രക്ഷപ്പെടാൻ പോലും പറ്റുന്നില്ല. ഒരു 25 വയസ്സ് പോലും പ്രായമില്ല. അവന് വളരെ പ്രശ്നത്തിലാണ്. അവൻ്റെ പഠനം പ്രശ്നമായി, ജോലിക്ക് പ്രശ്നമായി, കുടുംബത്തിൽ അവൻ്റെ ഒരു വലിയ പ്രശ്നമായി. ഒരുപാട് ജഡിക പാപങ്ങൾ, എന്താ വെച്ചാൽ ഒരു മോശമായ ചിത്രങ്ങളൊക്കെ, സെക്ഷുവലായിട്ടുള്ള ചിത്രങ്ങളുടെയൊക്കെ അടിമയായി തീർന്നു. അത്തരം സ്ഥലങ്ങളിലേക്ക്, ആളുകളുടെ അടുക്കിലേക്കൊക്കെ അവനിടയ്ക്ക് പോകുന്നു, തിന്മയ്ക്കകത്ത് പെട്ടുപോകുന്നു. അപ്പോൾ ജീവിതം മുഴുവൻ തന്നെ ഒരു നന്മയിലേക്ക് വരാൻ പറ്റാതെ ഒരു തിന്മയുടെ മാർഗത്തിൽ തന്നെ പോകുന്നൊരവസ്ഥ അവനെത്തി. ഈ സമയത്താണ് ഇവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് എത്തുന്നത്. വലിയ തകർച്ചയിൽ കഴിഞ്ഞ് ഇവൻ്റെ മേൽ കൈകൾ വെച്ച് ഞാൻ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന സമയത്ത് ചില അടയാളങ്ങളുണ്ടായി. അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ബോധം കെട്ടൊക്കെ വീഴുക, ഒരു ശക്തി ഇവൻ്റെ ദേഹത്ത് നിന്ന്, മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നത് ഞാൻ കാണാനിടയായി. അങ്ങനെ പലതവണ ഇവനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനോട് പറഞ്ഞു, നീ ധ്യാനം കൂടണം, ഇവിടുത്തെ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. സാധാരണ പള്ളി പോകാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകുന്നയാളല്ല. കുമ്പസാരം കുർബാനയൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഇതിന് ശേഷം അവന് പോയി കുമ്പസാരിച്ച് ഇവിടെ വെച്ച് തന്നെ കുമ്പസാരം നടത്തി. പിന്നീട് ആദ്യ ശനിയാഴ്ചയും അതുപോലെ ധ്യാനത്തിനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിൽ വലിയൊരു സൗഖ്യവും മാനസാന്തരവും നടന്നു. ഇപ്പം വളരെ ഹോളിയായിട്ട് കൃപയിൽ ആ വ്യക്തി ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നോട് പറഞ്ഞ, അച്ഛാ, ഞാൻ രക്ഷപ്പെട്ടു, ദൈവത്തിൻ്റെ കരുണയാണ് രക്ഷപ്പെടുത്തത്, ഇതൊരു അത്ഭുതം അച്ഛാ, ഇത് ഒരിക്കലും ഞാൻ ഇത് രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ഇവിടെ പറഞ്ഞു വിടുമായിരുന്നു, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നോയമ്പെടുക്കണം, ഉപവാസമൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിടുതൽ ഇവന് സംഭവിക്കുന്നതും സൗഖ്യം കിട്ടിയതും. ഇപ്പോൾ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ഇപ്പോൾ വളർന്നു വരുന്നു. അവൻ്റെ മുന്നോട്ടുള്ള യാത്ര തീർച്ചയായിട്ടും ദൈവം അവനെ അനുഗ്രഹിക്കും, ഞാൻ വിശ്വസിക്കുന്നു. വിവാഹവും ജോലിയൊക്കെ ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം അവൻ സംഭവിക്കണം. അവനൊരു വലിയൊരു ചേഞ്ച്, അവൻ തന്നെ വലിയൊരു പ്രത്യാശയായിട്ടുണ്ട്. അതിനു മുമ്പ് അവനൊരു ഡിപ്രസീവ് മൈൻഡായിരുന്നു. ഭാവി ഇല്ല, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല, ആരും നോക്കിയാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ പോസിറ്റീവായിട്ട് അവൻ്റെ മനസ്സിന് ഒരു പ്രതീക്ഷ ജീവിതത്തിൽ മുഴുവൻ ലഭിച്ചു. ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന വചനം മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 17 മുതലുള്ള വചനമാണ്. ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർ കഴിഞ്ഞില്ല. അപ്പം അതിനുശേഷം ഈശോ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. മർക്കോസ് 9:25 മുതൽ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഇവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. ബാലൻ മരിച്ചുപോയി എന്ന് എല്ലാവരും പറഞ്ഞു. യേശുവിനെ കൈക്ക് പിടിച്ച് ഉയർത്തി അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോകുകയില്ല.
മർക്കോസ് 9:29 പറയുന്ന, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. മർക്കോസ് 9:29 ചില ഗ്രന്ഥങ്ങൾ, ബൈബിളിൻ്റെ ചില ആദിമകാല ലിഖിതങ്ങളിൽ എഴുതപ്പെട്ട് അവിടെ പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിലും കാണുന്നുണ്ടെന്ന് സുവിശേഷകന്മാർ, സുവിശേഷം വ്യാഖ്യാനിക്കുന്നവർ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരികയാണ്, കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് ഈ ദുഷ്ടപിശാചുക്കൾ വിട്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു മാർഗം നമ്മൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം. ഫാസ്റ്റിംഗ് പ്രെയർ ഈസ് വെരി നെസസറി. ഈ ഫാസ്റ്റിംഗ് പ്രെയർ നിർത്തുമ്പോൾ ഈ തിന്മയുടെ ശക്തിക്ക് നമ്മുടെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല, അത് അകന്നു പോയിക്കോളും. ചില തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന ആളുകൾ അതങ്ങനെ ചെയ്യേണ്ടതാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-20 വചനമുണ്ട്. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവ് യേശുവിനെ നാം കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണാസക്തിയുടെ തിന്മയുടെ അരൂപി ഒരു വ്യക്തി നിൽക്കുകയാണ്. അതൊരു അരൂപി, അത് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ തിന്മയുടെ ശക്തിയും വിട്ടുപോകും. ശരിക്കും ഈ ഭക്ഷണാസക്തി അപ്പോൾ ഇതൊരു സ്പിരിറ്റാണ്, ഒരു ആസക്തിയാണ്. ഈ അശുദ്ധാത്മ ഒരു പവർ, ഒരു ശക്തി, അത് ശക്തി മാറിപ്പോണം. അതാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഈശോ. ലൂക്കാ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. 3-ാം അധ്യായത്തിൻ്റെ 21-22 വചനം പറയുന്നത്, ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കാ 4:1 മുതൽ വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യേശു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അപ്പോൾ ഭക്ഷിച്ചില്ല എന്ന് പറയും. ഈശോ എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ 40 ദിവസങ്ങൾ ഉപവസിക്കുന്ന ഈശോയ്ക്കാണ്, ഭക്ഷിക്കാതിരിക്കുന്ന ഈശോ. അപ്പോൾ ആ സമയത്ത് ഈ ദുഷ്ടാരൂപിയുടെ പ്രലോഭനം വരുന്നുണ്ട്. പക്ഷെ ആ ദുഷ്ടാരൂപിക്ക് അടുക്കാൻ പറ്റുന്നില്ല, കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയുടെ മേൽ സാത്താന് ആധിപത്യം പുലർത്താൻ പറ്റില്ല. മാത്രമല്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കാൻ പറ്റും. ലൂക്കാ 4:10 മുതൽ 13 വരെ, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. കാരണം പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ്. കാരണം ഉപവസിക്കുന്ന വ്യക്തി ദൈവത്തോട് കൂടിയിരിക്കുന്ന വ്യക്തി, ദൈവവുമായിട്ട് നടക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. അതിൻ്റെ ഫലമാണ് ദുഷ്ടാരൂപി കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 10-11 യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ഈശോയുടെ അനുഭവമാണ് ഈശോ പറയുന്നത്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇത് പോകില്ല, വേറെ ഒരു വഴിയില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഡെലിവറൻസ് പ്രയറിന് പോയി കൂടുമ്പോഴും ആ പ്രാർത്ഥന മേടിച്ചു എന്ന് പറയുമ്പോൾ ആ സ്പിരിറ്റ് മാറി നിൽക്കാം, പക്ഷേ വീണ്ടും ഒന്ന് അറ്റാക്ക് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ധ്യാനം കൂടിയപ്പോലും ദുഷ്ടാരൂപിക്ക് മാറി നിൽക്കാം, പക്ഷേ വീണ്ടും അതിന് വന്ന് നമ്മളെ ഉപദ്രവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ധ്യാനം കഴിഞ്ഞുള്ള നാളുകളിലും പരിശുദ്ധാത്മാവിൽ നിറയുന്ന നമ്മൾ ഉപവാസ പ്രാർത്ഥനയോട്ട് പോകും. അതായത് നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ വല്ല ആസക്തികൾ, ഭക്ഷണാസക്തിയാകാം, ഈ കണ്ണുകളുടെ ആസക്തി, ഈ ജഡത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിൻ്റെ ആസക്തി. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17 അത് നമുക്കറിയാം.
ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കരുത്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവിതം. അപ്പം ഇത് വിട്ടുപോകണമെന്ന്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. അല്ലെങ്കിൽ ലൂക്ക 21:34 പറയുന്ന മദ്യാസക്തി, അതറിയാൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിതവ്യക്തത. ഈ 3 പൈശാചിക അരൂപികൾ നമ്മുടെ വിട്ടുപോകണം. നമ്മൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കും. അഹങ്കാരമൊക്കെ അത് നമ്മുടെ രക്തത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ടാവും. അസൂയ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ജെറമ്യാ 50:31 പറയുന്ന അസൂയയുടെ അരൂപികൾ. അതുപോലെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു അസൂയയുടെ സ്പിരിറ്റുകളൊക്കെ, അഹങ്കാരത്തിൻ്റെ അരൂപി. അതുപോലെ എസെക്കിയേൽ 8:5 മുതൽ 7 വരെ പറഞ്ഞ അസൂയയുടെ സ്പിരിറ്റുകൾ. ഇതൊക്കെ നമ്മൾ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉപവാസ പ്രാർത്ഥന. ഉപവാസത്തിന് ഭയങ്കര ഫലമാണ്. ഉപവാസിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ആസക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുക. ഈ ആസക്തികൾ വരുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് പൈശാചിക അരൂപികൾ പ്രവേശിച്ചൊക്കെ കീഴ്പ്പെടുത്തി തുടങ്ങുന്നുള്ള ഓരോ ആഗ്രഹങ്ങളും അതിന് നമ്മൾ തന്നെ നമ്മൾ വഴങ്ങുമ്പോൾ, അത് ആഗ്രഹങ്ങൾക്കല്ല വഴങ്ങുന്നത്, തിന്മയുടെ അരൂപികൾക്കാണ് നമ്മൾ വഴങ്ങുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പിന്നെ വിശുദ്ധിയിലും കൃപയിലും ഒക്കെ നിൽക്കുക വളരെയധികം പ്രയാസമുള്ള കാര്യമായിട്ട് മാറുകയാണ്. ഈ റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വചനത്തിൽ പറയും, സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായി മുഖസ്തുതി പറഞ്ഞവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദുഷ്ടാരൂപികൾ മാറിപ്പോണമെങ്കിൽ നമ്മൾ ഈ തിന്മയുടെ മാലിന്യങ്ങളിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നല്ല ഉപവാസ പ്രാർത്ഥന എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ പൗലോസ്ലിഹ നിരന്തരമായ തപസ്സും പ്രാർത്ഥനയുണ്ട്. തപസ്സും പ്രാർത്ഥനയും, പരിഹാരത്തിൻ്റെ പ്രാർത്ഥന, വിശുദ്ധിയുടെ, അതുകൊണ്ട് സഹനമെടുത്ത് പ്രാർത്ഥിക്കില്ല. അപ്പോൾ നമ്മൾ ഉപവസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരുപാട് തിന്മയുടെ ശക്തികൾ, ആഗ്രഹങ്ങൾ ഒക്കെ നമ്മളെ വിട്ടുപോകുന്ന കാണാൻ പറ്റും. നമ്മളിലുള്ള അന്ധകാരം നമ്മളൊന്ന് വിട്ടുപോകുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കീഴടക്കിയിരിക്കുന്ന പൈശാചിക സ്വഭാവങ്ങൾ, അസ്വസ്ഥകളൊക്കെ നമ്മൾ വിട്ടുപോകും. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 മുതൽ 8 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഉപവാസം എടുക്കേണ്ടത്. ഉപവാസം എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക ചെയ്യണം. പക്ഷേ ഉപവാസത്തിന് പ്രാധാന്യമുണ്ട്. ഉപവാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെയും പറയുന്നത് നല്ല ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഈ പൈശാചിക സ്വഭാവങ്ങൾ പൂർണ്ണമായും വിട്ടുപോകുന്ന കാണാൻ പറ്റും. അവിടെ ഈ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകുന്നതിനും, അതായത് ജോയൽ 2:12 പറയും, കർത്താവ് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിക്കുമ്പോഴാണ് ഈ തിന്മയുടെ അരൂപികൾ വിടുക. ആണ് ഈശോ അവിടെ വെച്ച് പറയുന്നത്, ശിശുമാർ ഈശോ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുഷ്ടാരൂപികളെ ബഹിഷ്കരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് ഉപവാസം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ചില തിന്മയുടെ അരൂപികൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിന് അടിമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറൻസ് കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ ബന്ധനത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. മോശ നമുക്കറിയാം 40 ദിനരാത്രങ്ങൾ സിനായ് മലയുടെ മുകളിൽ പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഈ തിന്മയുടെ അരൂപികൾ ഇവരെ വിട്ടുപോകുന്നൊരു അനുഭവം ഉണ്ടാകുന്നത്. തിന്മയുടെ അരൂപികൾ ആധിപത്യം കിട്ടും. നല്ല ഉപവാസ പ്രാർത്ഥന ഒക്കെ നോക്കി അവനെ തന്നെയുള്ള ഒരുപാട് മൃഗങ്ങളെ, സ്വാർത്ഥതയാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, ഇതിനോടൊക്കെ വിട പറയാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉപവസിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഈ തിന്മയുടെ അരൂപികളെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്
നമ്മൾ ഉപവാസ സമയത്ത് നമ്മൾ എല്ലായിടത്തും ഉപവസിക്കണം. ഭക്ഷണത്തെ നമ്മൾ ഭയങ്കര നിയന്ത്രണം എടുക്കണം. അത് വിവേകത്തോടെ, എന്നുവെച്ചാൽ നമ്മൾ രോഗികളായി തീരാനല്ല, ആരോഗ്യത്തെ അതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഉപവസിച്ച് കഴിയുമ്പോഴാണ് ഈ തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകുക. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ നിഹനിക്കുകയാണ്. തിന്മയുടെ ആഗ്രഹങ്ങൾ, പാപകരമായ പേരിന്, പെരുമ, പ്രശസ്തി എല്ലാം നമ്മളില്ലായിപ്പം. ശരിക്കും നല്ല ഉപവാസം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പേര്, പെരുമ, പ്രശസ്തി, നേട്ടങ്ങൾ, ഒരു ആഡംബരപ്രിയം, ലോകാരൂപി നമ്മൾ മാറിപ്പോവുകയാണ്. അപ്പോൾ അത് മാറിയെങ്കിൽ മാത്രമേ, അപ്പോഴാണ് ആ തിന്മ ഓരോ അറിവ് മാറിപ്പോകുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോഴാണ് അത് ഭയങ്കര ശക്തരായി മാറുന്നത്. അപ്പോൾ വെറുപ്പ്, അസൂയ, തെറ്റായ ബന്ധങ്ങളൊക്കെ വിട്ടുപോകും. കാരണം ഉപവാസം തുടങ്ങി കഴിയുമ്പോൾ ഈ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അകലും. അത്തരം മേഖലകളിൽ നമ്മൾ വിട പറയും. നേരെ മറിച്ച് നമ്മൾ ഉപവസിക്കുന്നില്ല എങ്കിൽ അത്തരം മേഖലകളിലൂടെ അടിമകളായിട്ട് നമ്മൾ തീരും. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഗലാത്യ ലേഖനം 6:14-15 പറയും, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനക്രമം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ശരിക്കും ബോധിച്ച് പ്രാർത്ഥന നമുക്ക് ജ്ഞാനമൊക്കെ കിട്ടും, സ്വർഗീയമായ ജ്ഞാനം കിട്ടും, ദൈവിക ജ്ഞാനം കിട്ടും. അപ്പോൾ ഈ ഭക്ഷണാസക്തി, ഈ വസ്തുക്കളുള്ള ആസക്തി, ലോകത്തുള്ള വസ്തുക്കളുള്ള ആസക്തി, ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ബന്ധനത്തിൽ, അതെല്ലാം ഒരു ഈവിൾ നമ്മളെ കീഴ്പ്പെടുത്തില്ല. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു 40 ദിനരാത്രങ്ങൾ ഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒന്നും ഭക്ഷിച്ചില്ലെന്ന് പറയും. അവസാനം അവന് വിശന്നു. ആ വിശപ്പ് ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പല്ലത്. ആ വിശപ്പ് ഒരു ആത്മാക്കളെ നേടാനുള്ള വിശപ്പാണ്. ദൈവരാജ്യം നേടാൻ, ആളുകളെല്ലാവരും രക്ഷപ്പെടുത്താനുള്ള വിശപ്പ്, അത് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു വിശപ്പാണത്. അവിടെ പിശാച് വന്നിട്ട് എന്നെ പ്രലോഭിപ്പിക്കുകയാണ് ഭക്ഷണത്തോട്. പക്ഷേ ഈശോ അവിടെ വെച്ച് അവൻ പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. ഈശോ അപ്പോഴും പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിൽ നിന്ന് വചനം കൊണ്ട്. അപ്പോൾ ഈശോ വേറെ ഭക്ഷണം, ദൈവവചനത്തിൻ്റെമാകുന്ന ഭക്ഷണം കണ്ടുപിടിക്കണം. അതാണ് മനുഷ്യന് വേണ്ടത്. അത് കിട്ടിയാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറയുക. അവിടെ വെച്ച് 3 വലിയ പ്രലോഭനം വന്നിട്ടും ഈശോ തൊടാൻ വെക്കണം. ഈശോയുടെ ആഗ്രഹങ്ങൾ 40 ദിവസം കൊണ്ട് ഈശോയുടെ ഉള്ളിൽ നിന്ന് ഈശോയുടെ ഇസ്ലാമെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ഈശോയിലൊന്നുമില്ല, ഈശോ പരിശുദ്ധിയിലാണല്ലോ. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നതെന്നു ചോദിച്ചാൽ, ദുഷ്ടാരൂപികളുടെ സ്വാധീനത്തിൽ നിന്ന് തോൽപ്പിക്കാൻ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഉപവാസിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ഹീലിംഗ് നടക്കും, ഒരു സൗഖ്യം സംഭവിക്കും, പൈശാചിക പീഡകളൊക്കെ നമ്മളത് വിട്ടുപോകും. അപ്പോൾ അതാണ് ഈശോ ശിഷ്യന്മാർ നിവർന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ട് ഈ തിന്മയുടെ ശക്തി ഞങ്ങൾ വിട്ടുപോകുന്നില്ല? ചില ആളുകൾ അച്ഛൻ ഞങ്ങളുടെ വീട് ബന്ധനമാണ്, അല്ലെങ്കിൽ രോഗങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങൾ വിട്ടുപോകുന്നില്ല. കാരണം നീ ഒരു ഉപവാസം എടുത്താൽ മതി, നല്ലൊരു ഉപവാസം എടുക്കുക, ത്യാഗം. ചിലപ്പോൾ ഒരു 7 ദിവസത്തെ ഉപവാസം, ആരോഗ്യത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വരുമായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്നൊക്കെ വിവേകത്തോടെ ഒരു ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിരിക്കുക. അപ്പോൾ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിൻ്റെ പകുതിയല്ല മുഴുവൻ പ്രശ്നം തരും. അതാണ് ഡെലിവറൻസ് സംഭവിക്കാം. പിന്നെ ഈ സ്പിരിറ്റ് വിട്ടുപോകുക. അപ്പോൾ ഒരിക്കലും പിന്നെ അടുക്കില്ല. അത് നമ്മൾ പ്രലോഭനമായിട്ട് വരുമ്പോഴും ഉപവാസിച്ചവൻ്റെ അടുത്ത് ഇത് തോറ്റുപോകുമെന്നാണ് പറയുന്നത്. ഉപവാസ പ്രാർത്ഥന എടുക്കുന്നവൻ്റെ അടുക്കൽ ഇത് തോറ്റുപോകും. അല്ലാതെ ഉപവാസ പ്രാർത്ഥന ഇല്ലാതെ വെറുതെ നടക്കും. ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, എല്ലാ സിനിമകളും കാണും, എല്ലാ സുഖങ്ങളും ആസ്വദിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും, എല്ലാ രീതിയിലും എല്ലാത്തിനും കൂടം ചോദിക്കും, പ്രാർത്ഥിക്കും, പള്ളി പോകും. അവന് ആ തിന്മയുടെ ശക്തി അപ്പോൾ ചില സാഹചര്യം ഒന്നും മാറാൻ ഒരിക്കലും പറ്റില്ല. അതവനെ പിടിച്ച് കെട്ടും. ലോകത്തിൻ്റെ തിന്മകൾ അവനെ പിടിച്ച് ബന്ധിക്കും, തിന്മയുടെ ശക്തി ബന്ധിക്കും. അതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈശോ വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ബന്ധനങ്ങൾ, വെറുപ്പാകാം, അസൂയ, അലസതയാകാം, സ്വാർത്ഥ്യം, ആത്മാർത്ഥത്തിൽ കള്ളത്തരം പറഞ്ഞ സ്വഭാവം, ഇതൊക്കെ മാറിപ്പോണെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഡെലിവറി ശുശ്രൂഷയുടെ മേഖലയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ആയിത്തീരേണ്ടതുമായ വലിയൊരു രഹസ്യമാണ് ഉപവസിച്ചുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമെന്ന് പറയാൻ കാരണം, ധനമോഹം സ്പിരിറ്റ് നിൽക്കുമ്പോൾ ആ സ്പിരിറ്റ് വ്യക്തിക്ക് ദൈവരാജ്യ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവം ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. വചനം പഠിപ്പിക്കുക. അതാണ് ഈ മർക്കോസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 21-22 യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ ഉപവസിക്കാൻ തയ്യാറല്ല. ലോകത്തിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കാൻ ധനവാൻ തയ്യാറല്ല. ലോകസുഖങ്ങൾ ഉപേക്ഷിക്കുക. അതുകൊണ്ട് അവന് ദൈവരാജ്യ അനുഭവം ഉണ്ടാകത്തില്ല. പിന്നെ അകന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ദൈവ അനുഭവം നമുക്ക് സ്വന്തമാക്കാനും ഈശോയുടെ പിന്നാലെ പോകാനും പറ്റുള്ളൂ. ലോകത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും തോറും നമുക്ക് ആ കൃപ നമുക്ക് ചോർന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതായത് വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ
ഞങ്ങൾക്ക് കഴിയാതെ പോയത്. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ. വേറെ ചില ലിഖിതങ്ങളിൽ കയ്യെടുത്ത് പ്രതികളിൽ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല, നമ്മളെ വിട്ടുപോകില്ല, നമ്മൾ ചുറ്റുപാട് ആളുകളിൽ നിന്ന് പോകില്ല, നമുക്ക് മറ്റുള്ള രക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഉപവാസത്തിൻ്റെ മഹത്വവും ഉപവാസത്തിൻ്റെ പവറും തിരിച്ചറിയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു സൗഖ്യവും വിടുതലും കർത്താവ് തരട്ടെ. ആമേൻ. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതിസ്തോത്രവും സർവം സ്വീകരിപ്പാനേശു യോഗ്യൻ. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതിസ്തോത്രവും സർവം സ്വീകരിപ്പാനേശു യോഗ്യൻ. യേശുവേ പോലെയാരുമില്ല, എൻ്റെ പ്രിയനെ പോലാരും ഇല്ല. യേശുവേ പോലെയാരും ഇല്ല, എൻ്റെ പ്രിയനെ പോലാരും ഇല്ല. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയനാരാധന. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയനാരാധന. സ്തുതിക്കുന്നു ഉച്ചത്തെ ആരാധന, 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 സ്തുതി, സ്തുതി, ഹല്ലേലൂയ, 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 നന്ദി ഈശോയേ, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും ഓരോ വ്യക്തിയിലും ഓരോ മകനിലും ഓരോ മക്കളിലുമുള്ള അന്ധകാര ശക്തികളോട് കൽപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ. ഈ കുർബാന എഴുന്നേൽക്കുന്ന ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ മക്കളും വിട്ടുപോകണം കൽപ്പിക്കുന്നു. സുരക്തത്തെ കൽപ്പിക്കുന്നു, സുരക്തത കൽപ്പിക്കുന്നു. സുരക്തം പെയ്തിറങ്ങട്ടെ എല്ലാ ഹൃദയങ്ങളിലേക്കും. ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.